Hi dears, welcome to MS Solutions. Yes, നിങ്ങളുടെ സ്വന്തം ജസീന മിസ് ആണ്. എടാ മക്കളെ, ഇത് നമ്മുടെ ഓണം എക്സാം ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ? ഏതാണ്ട് നമുക്ക് ചുരുങ്ങിയത് ഒരു 1 മന്തേ നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷേ ആ ഡേയ്സ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ഒക്കെ നമുക്ക് സെറ്റ് ആക്കാടാ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹിന്ദി എക്സാമിൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ ഡയറി, ലെറ്റർ, അതുപോലെ പോസ്റ്റർ ഒന്നും എഴുതുമ്പോൾ വലിയ പ്രശ്നം വരാറില്ല. പക്ഷേ ഈ പട്കഥ എന്ന് പറഞ്ഞ ആ ചോദ്യം കാണുന്ന സമയത്ത് പലർക്കും അറിയില്ല ഇപ്പോഴും എന്തൊക്കെ പോയിന്റ്സ് ആണ് പട്കഥയിൽ ഉൾപ്പെടുത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലാണ് ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളത് പലർക്കും അറിയില്ല. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ് ഈ പട്കഥ എന്ന് പറയുന്നത്. കാരണം ഈ പട്കഥയുടെ ഫസ്റ്റത്തെ സ്റ്റെപ്സ് ഒക്കെ നമുക്ക് എവിടെ കിട്ടും? അതിന്റെ ആൻസേഴ്സ് ചോദ്യത്തിൽ നിന്ന് തന്നെ കിട്ടും. ദെൻ ബാക്കിയുള്ളവരുമായിട്ടുള്ള ആ സിറ്റുവേഷനിലെ ക്യാരക്ടേഴ്സുമായിട്ടുള്ള കോൺവെർസേഷൻ മാത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യെസ് പട്കഥ എങ്ങനെയാണ് എഴുതുന്നത്, എൻ്റെ മക്കൾ പട്കഥ എഴുതുന്ന സമയത്ത് എന്തെല്ലാം പോയിന്റ്സ് അതിൽ ഉൾപ്പെടുത്തണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പട്കഥ എന്ന് പറയുന്ന ആ വലിയ പ്രശ്നത്തെ നമ്മൾ ഇല്ലാതാക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണണം. മിസ് എന്താ പറയുന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നോക്കടാ, ഇതാണ് നമ്മളെ പട്കഥയുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെ കുറേ എന്നൊന്നും ഇല്ല കേട്ടോ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമതായിട്ട് നോക്കണം, ഒന്നാമതായിട്ട് എൻ്റെ മക്കൾ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദൃശ്യമാണ്. ഓക്കെ, ഒന്നാമത് എൻ്റെ മക്കൾ എഴുതേണ്ടത് എന്താണ്? ദൃശ്യം, അതായത് സീൻ അല്ലേ. അപ്പൊ സീൻ നിങ്ങൾക്ക് 1, 2, 3 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ദൃശ്യം എഴുതാം. ദെൻ എന്ത് ചെയ്യുക? അത് 1 ആണോ 2 ആണോ എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, യെസ്. ദെൻ അടുത്തത് സ്ഥാനാണ്. സ്ഥാൻ എന്താണ്? പ്ലേസ് ആണ് കേട്ടോ, പ്ലേസ് ആണ്, പ്ലേസ്. അപ്പൊ പ്ലേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കും തരാം. ചിലപ്പോൾ അത് സ്കൂളിൽ നിന്നായിരിക്കും, ചിലപ്പോൾ വീട്ടിൽ നിന്നായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും ബാസാറിൽ നിന്നായിരിക്കും. അത് വ്യക്തമായിട്ട് നിങ്ങളുടെ ചാപ്റ്റർ പഠിക്കുന്ന മക്കളാണെങ്കിൽ, അതായത് ചാപ്റ്റർ മനസ്സിലായിട്ടുള്ള മക്കളാണെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് കാണുമ്പോഴും അത് എവിടെയാണ് നടക്കുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഗർന്നോ സ്കൂളെന്നോ ബാസാറെന്നോ നിങ്ങൾ ഏതെങ്കിലും എന്ത് ചെയ്യുക? ഒരു സ്ഥലം എഴുതി വെക്കുക, ആ സംഭവം നടക്കുന്ന സ്ഥലം നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പൊ സ്ഥാനം എഴുതുന്നു. യെസ്, നമ്മൾ അവിടെ പ്ലേസ് എഴുതുന്നു. then അടുത്തത് എന്താണ്? സമയമാണ് അല്ലെ, ടൈമാണ്, ടൈമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ടൈം രാവിലെ നമുക്ക് എഴുതാം, ഉച്ചയ്ക്ക് എഴുതാം, രാത്രി എഴുതാം, അതായത് നമ്മൾ പോസ്റ്റിൽ എഴുതുന്ന പോലെ. അപ്പൊ നിങ്ങൾ കോമൺ ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചോളൂ. സുബഹ് 10 ബജെ എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. സുബ 10 ബജെ എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി വേണമെങ്കിൽ 10 മാറ്റി 11 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ദൃശ്യം എഴുതുന്നു. ദെൻ 2 കുത്ത് യെസ് കോളൻ ഇട്ടിട്ട് യെസ് 1 ദൃശ്യം 1 അല്ലെങ്കിൽ 2 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അതിനുശേഷം സ്ഥലം എവിടെയാണ്? ഘർ ആണെങ്കിൽ ഘർന്ന് എഴുതാം, സ്കൂൾ ആണെങ്കിൽ സ്കൂൾ എന്ന് എഴുതാം. ഓക്കെ, ചിലപ്പം വീടിൻ്റെ ഉള്ളിലായിരിക്കും, വീടിൻ്റെ ഉള്ളിലായിരിക്കും, ചിലപ്പോൾ ബെഡ്റൂമിലായിരിക്കും. അപ്പം അതൊക്കെ ആ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എഴുതാം. അതിനുശേഷം സമയം എഴുതുക. അപ്പം ചിലപ്പം നമ്മുടെ ചാപ്റ്ററിലൊക്കെ രാത്രി നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, രാത്രിയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രാത്ത് എന്ന് നിങ്ങൾക്ക് കൊടുക്കാം, രാത്ത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ദോപ്പഹർ എന്ന് കൊടുക്കാം. ഈവനിങ് ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഷാം. അപ്പൊ ഈ സമയങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് നമ്മളെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നാലാമതായിട്ട് നമ്മൾ എഴുതേണ്ടത് എന്താണ്? ക്യാരക്ടേഴ്സ് ആണ്. എന്താണ്? ക്യാരക്ടേഴ്സിന്റെ പേരാണ്. അപ്പൊ നിങ്ങൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഓർക്കുന്ന സമയത്ത്, അതായത് ക്യാരക്ടേഴ്സ് എഴുതുന്ന സമയത്ത് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൽ ചിലപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലെ, 2, 3, 3ൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. പക്ഷേ നമ്മളെ പട്കഥ എഴുതുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സ് എന്ന് കാണുന്ന സമയത്ത് നമ്മളെ ചാപ്റ്ററിലുള്ള മുഴുവൻ ക്യാരക്ടേഴ്സിന്റെ പേരല്ല എഴുതേണ്ടത്. മറിച്ച് നമുക്ക്, അതായത് ഒരു സന്ദർഭം തരും, ഒരു സിറ്റുവേഷൻ തരും, ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് പട്കഥ തയ്യാറാക്കുക എന്നാണ് ചോദ്യം വരിക. അപ്പൊ നമുക്ക് തന്ന സിറ്റുവേഷനിൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന സന്ദർഭത്തിൽ ആരൊക്കെയാണോ ക്യാരക്ടേഴ്സ് ഉള്ളത്, 2 പേരായിരിക്കും അല്ലെങ്കിൽ 3 പേരായിരിക്കും, അധികം 2 പേര് വെച്ചിട്ടുള്ളതേ വരാറുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? 1ാമത്തെ ക്യാരക്ടറിന്റെ പേര് എഴുതുക, 2ാമത്തെ ക്യാരക്ടറിന്റെ പേര് എഴുതുക. ഓക്കെ, അപ്പൊ അവരുടെ നെയിം നമ്മൾ എഴുതുക, അവരുടെ നെയിം നമ്മൾ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഒരു ബ്രാക്കറ്റ് ഇടുക. അവരുടെ പേര് എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റ് ചെയ്തിട്ട് ഉംറ് ദെൻ വേഷഭൂഷ. എന്താണ് ഉംറ് എന്ന് പറഞ്ഞാൽ? ഉംറ് എന്ന് പറഞ്ഞാൽ ഏജ് ആണ്. വേഷഭൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രസ്സിങ് ആണ്.
ഡ്രസ്സിങ് ആണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എഴുതണ്ട. അപ്പോൾ ക്യാരക്ടറിന്റെ പേര് നമ്മളിപ്പോൾ കൊടുത്തു. ഇപ്പം ഫോർ എക്സാമ്പിൾ രാമു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ രാമു എന്ന് കൊടുത്തു. അപ്പോൾ അവൻ എത്ര വയസ്സ്? ഒരു 10 വയസ്സ് എന്നുള്ളത് കൊടുക്കാം. ഡ്രസ്സ് എന്താണെന്നുള്ളത് നമുക്ക് എന്തെങ്കിലും സ്കൂൾ വർദ്ധി, സ്കൂൾ യൂണിഫോം എന്നോ അല്ലെങ്കിൽ എന്താണ് കുർത്ത പൈജാമ എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. പെൺകുട്ടികളാണെന്ന് ചുടിദാറെന്നോ സാഡിന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡ്രസ്സ് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ബ്രാക്കറ്റിൽ ഏജ് ആൻഡ് ഡ്രസ്സിങ് ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് ഈ 2 ക്യാരക്ടറിൻ്റെയും പേര് എഴുതുക. ദെൻ എന്ത് ചെയ്യുക, അവരുടെ ഏജും അതുപോലെ ഡ്രസ്സിങ്ങും സിമ്പിളായിട്ട് എഴുതാം. ഓക്കെ, ഇത് എഴുതിയില്ല എന്ന് വിചാരിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചില ടീച്ചേഴ്സ് പറയാറുണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ അവരുടെ വേഷവും അതായത് വേഷഭൂഷയും അതുപോലെ ഏജും എഴുതണം എന്ന് പറയാറുണ്ട്. സോ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, അവരുടെ വയസ്സ് ഓക്കെ അപ്പം എന്താണ് ഒരു 50 സാലെന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വയസ്സ് നിങ്ങൾ എഴുതാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം വാതാവരണം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത്, ആ സിറ്റുവേഷനാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സിറ്റുവേഷനാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് നമുക്കിപ്പോൾ തന്ന സന്ദർഭത്തിൽ അവിടെ എന്താണ് നടക്കുന്നത്, ചിലപ്പോൾ അവർ രണ്ടുപേരും നടക്കുന്നു, അല്ലെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ വെള്ളം കുടിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം വ്യക്തമായിട്ട് ചോദ്യത്തിലുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, വാതാവരണം എന്ന് എഴുതണ്ട. ബാക്കിയുള്ളതൊക്കെ ദൃശ്യം എഴുതുന്നു, ഒന്നെന്ന് എഴുതുന്നു, സ്ഥാനം എഴുതുന്നു, സ്ഥലം എഴുതുന്നു, ടൈം സമയം എഴുതുന്നു. ആ രീതിയിലാണ് നമ്മൾ ഇവിടെ വരെ എഴുതേണ്ടത്. ദെൻ വാതാവരണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വാതാവരണം എഴുതണ്ട, ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതിയാൽ മതി. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മളെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പട്കഥയെ ശ്രദ്ധിക്കേണ്ടത്. വളരെ സിമ്പിൾ അല്ലേ? ഈ വാതാവരണം വരെയുള്ള കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടത് മനസ്സിലാവും. അതിനുശേഷം നമുക്ക് തന്ന സന്ദർഭത്തിലെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു പട്കഥയിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി പട്കഥ കാണുന്ന സമയത്ത് അത് എഴുതാതിരിക്കരുത്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദെൻ സംവാദം എഴുതുമ്പോൾ കുറഞ്ഞത് എന്താണ്, ഒരു ക്യാരക്ടർ ഒരു 4 ഡയലോഗ് വീതം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പട്കഥ അഥവാ സ്ക്രിപ്റ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ടെൻഷൻ അടിച്ച് പട്കഥ എന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളാണ്. ഈ രീതിയിൽ ഈ സ്റ്റെപ്സ് ഒക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉത്തരങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതായത് കുറേ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെ ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്യാതെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ മിസ് നമ്പർ ചെയ്തുതരാം, 7902400800 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇതിനൊക്കെയുള്ള അതായത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മുഴുവൻ പട്കഥകളും നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അതായത് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യെസ്, ദെൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ